ജ്യോതിഷമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ 23ാമത്തെ നക്ഷത്രമാണ് അവിട്ടം. ധനിഷ്ഠ എന്നും ഇതറിയപ്പെടുന്നു. വേദജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നക്ഷത്രമാണിത്. ചൊവ്വ അധിപനായ മകരം രാശിയിലും കുംഭം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിന് സംഗീതം, താളം, സമ്പത്ത്, സമൃദ്ധി എന്നിവയുമായി ബന്ധമുണ്ട്. നക്ഷത്ര ദേവത അഷ്ടവസുക്കൾ. രാശി മകരം, കുംഭം. ആദ്യ 2 പാദങ്ങൾ മകരം, അവസാന 2 പാദങ്ങൾ കുംഭം. ചിഹ്നം സംഗീതോപകരണമായ മൃദംഗം അല്ലെങ്കിൽ തമ്പുരു. സിംഹത്തിന്റെ പിൻഭാഗം. സ്വഭാവം ചരനക്ഷത്രം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകൾ, തൊഴിൽ, ആരോഗ്യം, ദാമ്പത്യം എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ഊർജ്ജസ്വലരും ദൃഢനിശ്ചയമുള്ളവരുമായിരിക്കും. ഇവരുടെ വ്യക്തിത്വത്തിൽ ചൊവ്വയുടെ സ്വാധീനം പ്രകടമാണ്. ആത്മവിശ്വാസം, ധൈര്യം, സാഹസികത എന്നിവ ഇവരുടെ മുഖമുദ്രയാണ്. ഏതു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകാനുള്ള കഴിവ് ഇവർക്കുണ്ട്. സംഗീതത്തിലും കലകളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. പലപ്പോഴും നല്ല കലാകാരന്മാരോ സംഗീതജ്ഞരോ ആയി ഇവർ മാറാറുണ്ട്. താളബോധം ഇവരുടെ പ്രധാന സവിശേഷതയാണ്. സംഭാഷണത്തിലും പ്രവൃത്തിയിലുമെല്ലാം ഒരു തരം താളം ഇവരിൽ കാണാൻ സാധിക്കും. സാമൂഹികമായി ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ഇവർക്ക് കഴിയും. എന്നാൽ ചില സമയങ്ങളിൽ ഇവർ വളരെ രഹസ്യ സ്വഭാവമുള്ളവരായി മാറിയെന്നും വരാം. തങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇവർ മടി കാണിച്ചേക്കാം. സമ്പത്തും സമൃദ്ധിയും ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് നല്ല കഴിവുണ്ടാകും. പണം സമ്പാദിക്കാനും അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാനും ഇവർക്ക് കഴിയും. ഇത് പലപ്പോഴും ഇവരെ നല്ല വ്യവസായികളോ സാമ്പത്തിക വിദഗ്ധരോ ആക്കി മാറ്റുന്നു. നേതൃഗുണം ഇവരിൽ വളരെ പ്രകടമാണ്. ഒരു കാര്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും ഇവർക്ക് കഴിയും. മറ്റുള്ളവരെ നയിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇതുവരെ സമൂഹത്തിൽ ഉയരങ്ങളിൽ എത്തിക്കാൻ സഹായിക്കും. അവിട്ടം നക്ഷത്രക്കാർ വളരെ ധൈര്യശാലികളാണ്. വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് മടിയില്ല. തങ്ങളുടെ കഴിവുകളിൽ ഇവർക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. ഇതുവരെ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. ലക്ഷ്യം നേടാൻ കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. കഠിനാധ്വാനത്തിലൂടെ ഏതു കാര്യവും നേടാൻ സാധിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുത്താൽ അതിൽ നിന്നും പിന്മാറാൻ ഇവർ തയ്യാറല്ല. ഇവർക്ക് നല്ല ബുദ്ധിശക്തിയുണ്ടാകും. കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇവർക്ക് കഴിയും. സംഗീതം, നൃത്തം, അഭിനയം തുടങ്ങിയ കലകളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യവും കഴിവും ഉണ്ടാകും. സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നേടിയെടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും. ചില സമയങ്ങളിൽ ഇവർ അക്ഷമരായി മാറിയേക്കാം. കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ചില സമയങ്ങളിൽ അമിതമായ വാശി ഇവർക്ക് ദോഷകരമായി ഭവിച്ചേക്കാം. തങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇവർ മടി കാണിച്ചേക്കാം. ഇത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കും. ചില സമയങ്ങളിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഇവർ ശ്രമിച്ചേക്കാം. പണം സമ്പാദിക്കാൻ കഴിവുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അമിതമായി ചെലവഴിക്കാനുള്ള പ്രവണത ഇവർ കാണിച്ചേക്കാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല മേഖലകളിലും ശോഭിക്കാൻ സാധിക്കും. ഇവരുടെ നേതൃഗുണവും കഠിനാധ്വാനവും ഏതു തൊഴിലിലും വിജയത്തിലെത്തിക്കാൻ സഹായിക്കും. സംഗീതത്തിലും കലകളിലുമുള്ള താല്പര്യം കാരണം ഇവർക്ക് നല്ല കലാകാരന്മാരാകാൻ സാധിക്കും. സംഗീതജ്ഞർ, നർത്തകർ, അഭിനേതാക്കൾ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ചൊവ്വയുടെ സ്വാധീനം കാരണം ധൈര്യവും സാഹസികതയും ഇവരിൽ കൂടുതലായിരിക്കും. അതിനാൽ സൈന്യം, പോലീസ് തുടങ്ങിയ യൂണിഫോം ജോലികൾ ഇവർക്ക് ചേർന്നതാണ്. കായിക രംഗത്തും ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനും വിജയങ്ങൾ നേടാനും ഇവർക്ക് കഴിയും. മനുഷ്യ സേവനത്തിൽ താല്പര്യമുള്ളവർക്ക് ഡോക്ടർമാരോ സർജന്മാരോ ആകാൻ സാധിക്കും. സാങ്കേതികപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് എഞ്ചിനീയറിംഗ് മേഖല തിരഞ്ഞെടുക്കാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല കഴിവുള്ളതിനാൽ ഇവർക്ക് നല്ല ബിസിനസ്സുകാരാകാൻ സാധിക്കും. സ്വന്തമായി ബിസിനസ് തുടങ്ങാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് കഴിയും. പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കാരണം ബാങ്കിംഗ്, ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. നേതൃഗുണമുള്ളതിനാൽ ടീം ലീഡർ, മാനേജർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ടാകും. എങ്കിലും ചില കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പല്ലുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ പല്ലുകളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ചിലർക്ക് രക്തസമ്മർദ്ദം കൂടുതലായി കണ്ടുവരാറുണ്ട്. അതിനാൽ കൃത്യമായ പരിശോധന നടത്തുന്നത് നല്ലതാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കണം. എല്ലുകൾക്കും സന്ധികൾക്കും വേദന വരാൻ സാധ്യതയുള്ളതിനാൽ കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. അമിതമായ ജോലിഭാരവും ഉത്തരവാദിത്തങ്ങളും കാരണം മാനസിക സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ യോഗയും ധ്യാനവും ശീലമാക്കുന്നത് നല്ലതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. ഇവർ നല്ല ജീവിത പങ്കാളികളായിരിക്കും. പങ്കാളിയോട് വളരെ വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ. പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും കരുതൽ നൽകാനും ഇവർക്ക് സാധിക്കും. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അത് ഭംഗിയായി നിറവേറ്റാനും ഇവർക്ക് കഴിയും. കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നവരും അവരെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കുന്നവരുമാണ് ഇവർ. ചില സമയങ്ങളിൽ പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് വേഗത്തിൽ പരിഹരിക്കാൻ ഇവർക്ക് കഴിയും. രോഹിണി, തിരുവാതിര, പൂയം, അത്തം, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട,
ഉത്രാടം, തിരുവോണം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് അനുയോജ്യമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും ചില പ്രതിവിധികൾ ചെയ്യാവുന്നതാണ്. ചൊവ്വ ഗ്രഹത്തിന്റെ അധിപനായതിനാൽ ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് നല്ലതാണ്. ഇത് ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് നല്ലതാണ്. ഇത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചുവന്ന പവിഴം ധരിക്കുന്നത് നല്ലതാണ്. ഇത് ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം, വസ്ത്രം തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഓം ധനിഷ്ഠായ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് നല്ലതാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ധനനഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ കലഹം, മാനസിക പിരിമുറുക്കം എന്നിവ ഉണ്ടാകാം. ചിലപ്പോൾ പിടിവാശി കൂടുതലായി കാണപ്പെടാം. ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുന്നത് ഉത്തമമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും നല്ലതാണ്. എല്ലാ ശനിയാഴ്ചകളിലും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന വിഷ്ണു മന്ത്രം ജപിക്കുന്നത് സർവൈശ്വര്യദായകമാണ്. സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ, ഗായത്രി മന്ത്രം എന്നിവയും ജപിക്കാം. ശനിയാഴ്ച വ്രതമെടുക്കുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്ക് ഉത്തമമാണ്. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ചുവന്ന പവിഴം ധരിക്കുന്നത് മംഗളകരമാണ്. പാവപ്പെട്ടവർക്ക് വസ്ത്രം, ഭക്ഷണം, ധനം എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ശനീശ്വരന് എള്ളെണ്ണ, കറുത്ത വസ്ത്രം എന്നിവ ദാനം ചെയ്യാം. ശമിവൃക്ഷത്തെ പരിപാലിക്കുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതും ഉത്തമമാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. കൂടാതെ ഇതിന് ശനിയുടെ സ്വാധീനവും ഉണ്ട്. നക്ഷത്ര ദേവത അഷ്ടവസുക്കളാണെങ്കിലും ശനിയുടെ രാശികളിലാണ് അവിട്ടം വരുന്നത്. അതിനാൽ ചൊവ്വയുടെയും ശനിയുടെയും ദോഷങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ചൊവ്വാഴ്ച വ്രതമെടുക്കുക, ചൊവ്വാഴ്ചകളിൽ ചുവന്ന വസ്ത്രം ധരിക്കുക, ചൊവ്വ ഹോമം നടത്തുന്നത് ദോഷം കുറയ്ക്കും. പവിഴം ധരിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ചൊവ്വാദോഷം കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ ശനിയാഴ്ചകളിലും അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിപ്രീതിക്കായി എള്ളുതിരി കത്തിക്കുക, എള്ളെണ്ണ വിളക്ക് കത്തിക്കുക, നീലാഞ്ജനം അല്ലെങ്കിൽ ശനിശാന്തി ഹോമം നടത്തുക, കറുത്ത വസ്ത്രം, എള്ള്, എണ്ണ എന്നിവ ദാനം ചെയ്യുക, ശനിവ്രതം അനുഷ്ഠിക്കുക.